ആര് നോക്കാൻ ഹായ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു അമ്പലമാണ്. നല്ലതുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അമ്മ അവിടെ എല്ലാം നിൽപ്പുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോവാണ്. എങ്ങോട്ടായിരുന്നു? മൈസൂർ സൂ ഒക്കെ ഉണ്ട്. എവിടെ ഇപ്പോൾ ലാസ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല. നമുക്ക് നേരെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, നമ്മൾ ലഗേജ് എടുത്തുകൊണ്ട് വരുന്നുണ്ടോ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ലഗേജ് എടുത്തുകൊണ്ട് വരികയാണ്. ഇവിടെ വണ്ടി കാണാൻ ഇവിടെ കിടപ്പുണ്ട്. നമ്മളത് കൊണ്ടുവെക്കാം. എടാ എന്ത് പ്യൂർ വെള്ളമാടാ. എന്തൊരു മീനാണ് ഇതിനകത്തല്ല. ഓ പൊളി. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ. നമ്മുടെ റൂമിൻ്റെ നമ്മുടെ ബസ് കിടക്കുന്നുണ്ടോ? ബസ് കിടക്കുന്ന നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും കിട്ടിയൊരു സ്ഥലം ഉണ്ടെന്ന് ഇപ്പോഴാണ് കണ്ടേട്ടാ. ഓ ഡാം. എന്തുവാടാ ഇത്? ഡാമിൻ്റെ ആ തോന്നുന്നു. നീ രാവിലെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത കിടുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ചർച്ചിലെത്തിയാണ് നീണ്ട ഉറക്കത്തിന് ശേഷം. നമ്മളെല്ലാം ചെയ്യണം. ചർച്ചിലോട്ട് പോകാം. ഇവിടെയാണ് ചർച്ച. ആരിവിടെ കൊണ്ട് ഓത്താൻ വെച്ചേ? നമ്മൾ ഷൂസൊക്കെ ഊരി കേട്ടോ. ഷൂസ് ഊരി നമ്മൾ ബസ്സിൽ തന്നെ ഇട്ട്. നമസ്കാരം പറഞ്ഞു. ഓ ഇത് രക്ഷയില്ല കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര രസം, ഭയങ്കര വൈബുള്ളൊരു പള്ളിയാണ് കേട്ടോ. നമ്മൾ അവിടെ നിൽക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് ഭയങ്കര ഒരു ആർക്കിടെക്ചർ വർക്കാണ് കേട്ടോ. എല്ലാവരും എടുക്കും. വാ അമ്മ എടാ ലൂസിഫർ. അടിപൊളി. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഫാമിലി സൈസുണ്ട്. ഇതാണ് മറ്റേ അവിടെ പോസ്റ്റാണ് കേട്ടോ. അവരെല്ലാവരും അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ്. ഞാനിവിടെ പള്ളിയുടെ ഫ്രണ്ടിലാണ്. ഈ പള്ളിയുടെ പ്രത്യേകം എന്താ അറിയോ? എന്തോ ഈ പേരെന്തോ ഞാൻ സാറിൻ്റെ ടീച്ചർ സാറ് പറഞ്ഞത് പോർച്ചുഗീസുകാർ പണിയ പള്ളിയാണ്. പോർച്ചുഗീസുകാർ പണിയ പള്ളിയാണ്.
അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇന്ത്യയുടെ ഇതിലോട്ട് നേടിയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാ ആ ഒരു പോർച്ചുഗീസ് മറ്റേ വേറൊരു പള്ളി ഉണ്ടല്ലോ മറ്റേ ഭയങ്കര വലിപ്പമുള്ളൊരു ഭയങ്കര ഡെവിലിൻ്റെ എന്ത് സിമ്പിളുള്ളൊരു പള്ളി. എൻ്റെ പണി തീരത്തില്ലെന്നാണ് പറയുന്നത്. ആ ഒരു സ്ട്രക്ചർ പോലെ കണ്ടോളി. ഇതുവരെ ഞാൻ ആ പള്ളിയുടെ പണി കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതുപോലുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഭയങ്കര ആർക്കിടെക്ചർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിങ് കേട്ടോ. അതുകൊണ്ട് ചർച്ചിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ചർച്ചിൽ നിന്ന് നമ്മൾ എല്ലാവരും ഗ്രൂപ്പായി ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്ത് നമ്മൾ മൈസൂർ സൂ ആയിരിക്കും. സൂ അല്ലാണോ? സൂ ആയിരിക്കും. പാലസ് സൂ ആണ് അടുത്തത്. കാണാനുണ്ട്. സൂ ഇപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. സൂ ഒരുപാടുണ്ടായിരുന്നു. അടുത്തത് ഇനി പാലസ് ആയിരിക്കും. പാലസിൽ നിന്ന് നേരെ നമുക്ക് അടുത്ത ആയിരിക്കും. നമുക്ക് അടുത്ത സ്പോട്ട്. ഓക്കെ, അപ്പം നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ടോ? എയർപോർട്ടാണ് സംഭവം. അത്യാവശ്യം നല്ല ലാഭമാണെന്നാണ് ഒരു വിശ്വാസം. ഒരു 600-500 കണ്ടായിരുന്നു. നമ്മൾ 250 രൂപയ്ക്ക് മേടിച്ചു. സംഭവം നല്ല തുറന്നിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സംഭവം ചെയ്ത് വെക്കുമ്പോൾ വലിയ എനിക്ക് തോന്നുന്നു പൈസ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമ്മൾ കൊടുത്തതിനകത്ത് ഒരുപാട് നാളില്ലായിരുന്നു തോന്നുന്നു. ഒരുപാട് നാൾ നിൽക്കത്തില്ലായിരിക്കും എങ്കിലും അത്യാവശ്യം ഇവിടുന്ന് മേടിച്ചാട്ടോ. നമ്മൾ ഈ പള്ളി എടുത്തൊന്ന് മേടിച്ചാൽ ഇവിടെ കുറെ ആൾക്കാരുണ്ട് വിൽക്കുന്നത്. ഇപ്പോൾ സംഭവം നല്ല ചാർജ് ഓട്ടോമാറ്റിക് ചാർജ് ആയിക്കോളും. ഒരു കിടില ഫോട്ടോ കിട്ടി അത് അയച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ്. അയ്യോ. ഹലോ, അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയേക്കാണ് കേട്ടോ. ഇതോടെ ചാൻമുടിയില്ലേ? ചാൻമുടി ഹിൽസ്. ചാൻമുടി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ഹിൽസ് കാണാൻ വന്നേക്കുവാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോൾ. നല്ല വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ട്. നല്ല വെയിലത്ത് തണുപ്പ്. നമ്മൾ ചാൻമുടി ഹിൽസ് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തൊപ്പി മേടിച്ചിരിക്കുന്നുണ്ട്. കൊള്ളാം. നമ്മുടെ ചെറുക്കം മേടിച്ചു തന്നെയാണ്. പൈസ പിന്നെ കൊടുക്കുന്ന പറയാൻ അവരങ്ങ് എത്തി വാ. നമ്മളെല്ലാവരും അവിടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കേട്ടോ. അത് അവരുടെ ഒരു വരുമാന മാർഗമായിട്ടുള്ള സംഭവമാണ്. കണ്ടില്ലേ, ഇങ്ങനെ കോപ്പീസ് കൊടുക്കും. അങ്ങനെ ഫോട്ടോ കോപ്പീസ് വേണ്ടവർക്ക് മേടിക്കാം. 50 രൂപ ഉണ്ട്. നമ്മൾ നേരെ പോകുന്നത് ചാമുണ്ടി ഹിൽസ്. നമ്മളിവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്താണ് നേരത്തെ. വെയിലുണ്ട്. അതെ, വെയിലത്ത് പക്ഷെ നല്ല തണുത്ത കുറെ സാധനങ്ങളുണ്ട്. പാർക്കിംഗ് ചെയ്യാൻ നല്ലോണം കുറയും. നമ്മൾ 500-600 രൂപയുടെ സാധനമൊക്കെ 250-300 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ഞാൻ മേടിച്ചതാ. മറ്റേ എയർപോർട്ട് എത്ര രൂപയ്ക്ക്? എയർപോർട്ട് മേടിച്ചത് 600 രൂപ പറഞ്ഞത്. 250 രൂപയ്ക്ക് മേടിച്ചേ. ഹൈലിംഗ് അതൊന്നുമില്ല, 250 രൂപ. പക്ഷേ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അത്യാവശ്യം സെൻസർ ഉണ്ട്. നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനകത്ത് തന്നെ
പോസ് ചെയ്യാം. ബഡാണ് എയർപോർട്ട് നല്ല കമ്പനി ആപ്പിളിന്റെ കോപ്പി. ഈ സംഭവം നല്ല കേട്ടോ. അതെന്റെ ചെല്ലടാ കടിക്കൂ. ചവിട്ട് മേടിക്കേ ചുമ്മാ ഇരിക്കാം. അതെന്ത് ഇത് എന്താണ് ഇത് കൊറേ ഉണ്ടല്ലോ. ഞാൻ മാറാ ഇതാണേട്ടാ ചാമുണ്ടി ഹിൽസ്. വലിയൊരു ഗോപുരമുണ്ട്. ഭയങ്കര രസമുണ്ട് കാണാൻ കേട്ടോ. അയ്യോ സോറിടാ കറപ്പായിട്ട് കാണാൻ വയ്യ. നമ്മൾ ചാമുണ്ടി ഹിൽസിന്റെ അടുത്തെത്തി കേട്ടോ. അവിടെ നോക്കുമ്പോ ചെറിയ ദൂരം ഉള്ളെങ്കിൽ നടന്നു വരുമ്പോ ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ. കുറച്ച് നേരമായി നമ്മളെത്തി. നമ്മൾ നേരെ തിരിച്ചു കിടക്കുന്നില്ല. പോടാ ഓക്കെ. എന്തുവാടാ നമ്മുടെ പിള്ളേരാണ് കേട്ടോ. കാറുണ്ടോ? ഓ അത് കൊള്ളാല്ലേ. ആ അത് കൊള്ളാം. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം. ഇവൻ ആരെ കണ്ടത് അടിപൊളി കേട്ടാ. ചാമുണ്ടി കോവിലില്ലേ ഓം ശക്തി ഓം ശക്തി 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 എന്താ ശക്തിയോ. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ഒരു ടൈം ഇല്ല. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അകത്ത് കയറുന്നില്ല. അപ്പോൾ നേരെ തിരിച്ചു പോകണം കേട്ടോ. ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. നമ്മുടെ എന്തുവാ സംഭവം എന്തുവാന്ന് അറിയത്തില്ല. അമ്മമാർ കുറച്ച് അടിയൊക്കെ വെച്ച് ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഇരിപ്പുണ്ട്. ഭയങ്കര രസമായിരുന്നു. വേണ്ട കുറേ എണ്ണം എന്നെ ഭയങ്കര ജാടയും കൊണ്ട് നടക്കുക. ജാടപ്പെണ്ണും പിള്ളേർ. നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. തിരിച്ച് നടക്കുവാണ്. നമ്മൾ നേരെ ബസ്സിനകത്ത് കയറാൻ പോകണം കേട്ടോ. ബസ്സിൽ കയറി ഇനി അടുത്ത ഫുഡായിരിക്കും. ഉച്ചക്കത്തെ ഫുഡ് ആയിരിക്കണം. അല്ലെങ്കിൽ മൈസൂർ പാലസ് ആവാൻ സാധ്യതയില്ല. മൈസൂർ പാലസ് കുറേ കാണാനുണ്ടായതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ മൈസൂർ പാലസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ കുറച്ച് ടൈമിങ് കുറച്ച് വ്യത്യാസം വന്നു. അതാണ് കയറാൻ പറ്റുന്നത്. പിന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് ഉള്ളിൽ കയറാനുണ്ട്. അങ്ങനെ ദർശനത്തിന് വരുന്നവർ മാത്രമാണ് അങ്ങോട്ട് കയറുന്നത് കേട്ടോ. ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങോട്ടാണെന്നില്ലാതെ എന്തോ പർച്ചേസ് ചെയ്യാൻ കേട്ടോ കുറേ പേര്. ഞങ്ങളുടെ ടീച്ചർ, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ, മായ ടീച്ചർ. ഹായ് ടീച്ചർ. ഒരു ഹായ് കാണിക്കൂ ടീച്ചർ. ഹായ്. താങ്ക് യു. ഞങ്ങളുടെ ശ്രീരാജ് സാർ.
ഇതെല്ലാം ഞാൻ ഇടും കേട്ടോ. ആ ഇട്ടോ. എന്റെ ഫോട്ടോ ഇല്ലേ? ഇന്നലെ നീ ഇത് വെച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് ഞാൻ കോഴിയുടെ വാല് പോലുള്ള ഇവിടെ എല്ലാവരും എന്നെ പ്രാങ്ക് കോൾ ചെയ്ത് ചുമ്മാ കിടന്ന് വിളിച്ചോണ്ട് ഒന്നില്ലേ എടുക്കണം, ഒന്നില്ലേ സംസാരിക്കണം. എന്താ ആദ്യം വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഭവം ഇതാണ്. എന്താ എപ്പ എന്താ എടുക്കുന്നെന്തിനാ എടുക്കുന്നെന്തിനാ? വീണെങ്കിൽ ഞാൻ എടുക്കാതിരിക്കുവോ? വീണെങ്കിൽ ഞാൻ എടുക്കുവടി. നല്ല വണ്ടിയിലൊക്കെ ഷെൽഫിലൊക്കെ വെക്കാൻ പറ്റുന്നത് കൊള്ളല്ല. ഇത് വെക്കടാ ഊഞ്ഞാല്. ഊഞ്ഞാലുണ്ടോ തൊട്ടി? കാണാ താഴെ കിടക്കുന്നത്. നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നമ്മളിതുവരെ ഇവിടുന്ന് പോയില്ല. ചാമുണ്ടി ഹിൽസിന് പോയില്ല. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുള്ള പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം നോക്കി വില കുറച്ച് ബാർഗെയിൻ ചെയ്ത് നമുക്ക് മേടിക്കാം. ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഭയങ്കര നമ്മൾ ഫാൻസി ആയിട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ആ ബുദ്ധനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുണ്ടോ തലയായിട്ടാണ് നല്ലത്. നമുക്ക് ഇതൊക്കെ ഒന്ന് മേടിച്ച് നോക്കാം. നോക്കട്ടെ. എന്താടാ 100 കൊടുക്ക്. 100 അത്രേ ഉള്ളൂ. 100 ഇല്ല, പക്ഷെ 100 മേടിച്ചാ മതി. അതെ, വെയിറ്റ് ഒന്നും ഇല്ല. 100 ഇത് കിട്ടിയാ പിന്നെ 100 ഫിനിഷ്. വീഡിയോ എടുത്ത് ഞാൻ 100 കൊണ്ട് ഓടിയനെ. നേരത്തെ പറ്റിച്ചിട്ട് എന്തേലും മേടിച്ചാടാ? പൈസ ഇല്ലടാ. കുറെ കൂടെ കയറി മുമ്പിൽ പറഞ്ഞു. ഇനി അടുത്ത സൂ ആണ്. നെക്സ്റ്റ് സൂ ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ സൂവിലോട്ടാണ് പോകുന്നത് കേട്ടോ, മൈസൂർ സൂവിലോട്ട്. അത് കഴിഞ്ഞ് ഫുഡ്, അതിനുശേഷം പാലസ്. അതാണ് നമ്മുടെ ഇന്നത്തെ സ്ഥലങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വൈകിട്ടല്ല രാത്രി ഇറങ്ങും, നേരെ കൊച്ചിക്ക് പോവും. വണ്ടർല. അതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വ്ളോഗിൻ്റെ എൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബസ്സിൽ കയറാം. ഹായ് കുതിരേ. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ് കേട്ടോ. ഇപ്പോഴത്തെ നമ്മളിവിടെ തന്നെ ഹൈവേ തന്നെ ആണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡാണ്. ഓക്കെ, കഷ്ടം താ മാമ. അത്രേ ഉള്ളൂ കേട്ടോ പീസ്.
നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ബിരിയാണി, നെയ്ച്ചോറും ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, 3 അപ്പോൾ അത് കഴിച്ച് നമ്മളിനി നേരെ മൈസൂർ സൂവിലോട്ടാട്ടോ പോകുന്നത്. മൈസൂർ സൂവിലോട്ട് ഇനി അവിടെ ചെന്ന് ഒരുപാട് നടക്കാനുണ്ടെന്ന് അറിയാം. ഇനി അവിടെ പോയി നടക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തിനാ പിണക്കമെന്നോടെന്തിനാ അല്ല പൊന്നെ കൽബ് വേദന എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ